ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം അഹ്കാമുൽ ഇസ്തിഹാദത്ത്, അതായത് ഇസ്തിഹാദത്തിൻ്റെ നിയമങ്ങൾ. ഹൈളിൻ്റെയും നിഫാസിൻ്റെയും നിയമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇസ്തിഹാദത്ത് എന്നാൽ അതൊരു സ്വാഭാവിക രക്തമല്ല, ഒരു അസ്വാഭാവിക രക്തമാണ്. ഹൈളിൻ്റെയും നിഫാസിൻ്റെയും സമയം അല്ലാത്ത സമയത്ത് സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു രോഗാതുര രക്തമാണ് ഇസ്തിഹാദത്ത്. അതൊരു നിത്യ അശുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരമോ നോമ്പോ അതുപോലത്തെ മറ്റു കാര്യങ്ങളോ അത് തടയുകയില്ല. അതായത് ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമായ 12 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചിരുന്നു. അതൊന്നും ഇനി ഹറാമല്ല. അവൾ സാധാരണ ഹൈദും നിഫാസും ഇല്ലാത്ത സ്ത്രീകളെപ്പോലെ നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഹറാമായ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൾക്ക് ഹറാമല്ല. അങ്ങനെയുള്ള ഇസ്തിഹാദത്തുകാരി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അവൾക്ക് ഗുഹ്യഭാഗം കഴുകൽ നിർബന്ധമാണ്. പക്ഷേ വക്ത് കടന്നതിന് ശേഷമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷം പഞ്ഞി പോലത്തുകൊണ്ട് ആ ഭാഗം നിറക്കുകയും വേണം. എന്തിനു വേണ്ടി? നജാസത്തിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ നജാസത്തിനെ ലഘുവാക്കാനോ. പിന്നീട് ഒരു ശീലക്കഷ്ണം കൊണ്ട് കെട്ടുകയും വേണം. ഈ പഞ്ഞി നിറക്കുന്നത് കൊണ്ട് മതിയാകുന്നില്ലെങ്കിൽ പിന്നീട് വുളൂ ചെയ്യണം. വുളൂ ചെയ്ത ഉടനെ നിസ്കരിക്കണം. ഇതെല്ലാം ഓരോ ഫർദിൻ്റെയും സമയത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഇസ്തിഹാദത്തിൻ്റെ രൂപം ഇനി പറയുകയാണ്. ഒന്ന്, ഒരു പെൺകുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ്, അതായത് 9 വയസ്സ് പൂർത്തിയാകാൻ 16 ദിവസമോ അതിൽ കൂടുതലോ ഉള്ള സമയത്ത് രക്തം കണ്ടാൽ അത് ഹൈളല്ല, മറിച്ച് അത് ഇസ്തിഹാദത്താണ്. 2, 9 വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷം രക്തം കണ്ടു, പക്ഷേ അത് അക്കലുൽ ഹൈദിനേക്കാൾ ചുരുങ്ങിയിട്ടാണ് കണ്ടത്, അതായത് 24 മണിക്കൂറിൽ താഴെയാണ് കണ്ടത് എങ്കിൽ അതും ഹൈളല്ല, ഇസ്തിഹാദത്താണ്. ഇനി മൂന്നാമത്തെ രൂപം, ഹൈദ് തന്നെ 15 ദിവസമാണ് ഏറ്റവും കൂടിയ ഹൈദ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇനി 15 ദിവസത്തെയും വിട്ട് 15 ദിവസവും കഴിഞ്ഞ് 16ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ വരുന്നത് ഇസ്തിഹാദത്താണ്, ഹൈദല്ല. അതുപോലെ നാലാമത്തെ രൂപം, 2 ശുദ്ധിയുടെ ഇടയിൽ ചുരുങ്ങിയത് 15 ദിവസം 2 ഹൈദിൻ്റെ ഇടയിൽ ചുരുങ്ങിയത് 15 ദിവസം ശുദ്ധി വേണം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 15 ദിവസം ശുദ്ധി പൂർത്തിയാകുന്നതിന് മുമ്പ് വീണ്ടും രക്തം വന്നാൽ ആ രക്തം ഹൈളല്ല, മറിച്ച് അത് ഇസ്തിഹാദത്താണ്. അതുപോലെ അഞ്ചാമത്തെ രൂപം, പ്രസവവേദനയോടുകൂടി, പ്രസവവേദനയുടെ സമയത്ത് രക്തം വന്നാൽ ആ രക്തം ഇസ്തിഹാദത്താണ്. ആ രക്തം അതിൻ്റെ മുമ്പുള്ള ഹൈദിനോട് ചേർന്നിട്ട് വന്നതല്ല എങ്കിൽ ആ പ്രസവവേദനയോടുകൂടി വരുന്ന ആ രക്തം അത് ഇസ്തിഹാദത്തിൽപ്പെട്ടതാണ്. ഇനി ആറാമത്തേത്, നിഫാസിൽ നിന്ന് ഏറ്റവും കൂടിയത് 60 ദിവസമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ 60 ദിവസത്തിനേക്കാളും കൂടിയാൽ ആ വരുന്ന രക്തം ഇസ്തിഹാദത്താണ്, നിഫാസല്ല. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. അഹ്കാമുൽ ഇസ്തിഹാദത്ത്, ഇസ്തിഹാദത്തിൻ്റെ നിയമങ്ങൾ. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ദമുഇല്ലത്തിനൊരു രോഗാതുര രക്തമാണ്. യഹ്റുജു, അത് പുറപ്പെടും, മിനൽ മറുവത്തി, സ്ത്രീയിൽ നിന്ന്, ഫി ഓയിരി ഔക്കാത്തിൽ ഹൈദി വൻ നിഫാസി, ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയങ്ങൾ അല്ലാത്തപ്പോൾ. വഹിയ, ഈ ഇസ്തിഹാദത്ത് ഹദസുൻ ദായിമുന്, നിത്യശുദ്ധിയാണ്. ഫലാത്തമിന്, അതുകൊണ്ട് അത് തടയുകയില്ല ചെയ്യാൻ ഒന്നിനെയും. മിനസ്സലാത്തി, നിസ്കാരത്തിൽ നിന്നും, മൊസോമി, നോമ്പിൽ നിന്നും, വനഹബിഹിമ, അതുപോലോത്തയിൽ നിന്നും. പോലോത്തവ എന്താൽ മിമ്മ, ചില കാര്യങ്ങളാൽ, യഹ്റുമു, അവ ഹറാമാകും, ബിൽ ഹൈദ് കൊണ്ടും, അബിൻ നിഫാസി, അല്ലെങ്കിൽ നിഫാസ് കൊണ്ടും.
അപ്പോൾ മുസ്തഹാദത്തു ഇസ്തിഹാദത്തുള്ള സ്ത്രീ ഇത് ആറാദത്ത് അവൾ ഉദ്ദേശിച്ചാൽ അന്തുസല്ലി അവൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ യജിബ് അലൈഹ അവളുടെ മേൽ നിർബന്ധമാണ് തഫ്സീല അവൾ കഴുകൽ ഫർജ അവളുടെ ഗുഹ്യഭാഗം കഴുകൽ ബഅദ ദുഖൂലിൽ വക്തി സമയം കടന്നതിന് ശേഷം തഹ്സുബുഹു ആ ഭാഗം അവൾ നടക്കലും ബിനഹവി കുത്തിനത്തിൻ പഞ്ഞി പോലത്തത് കൊണ്ട് ദഫലി നജാസത്തിനെ തടയാൻ വേണ്ടി ഔ തഖ്ഫീഫല്ലഹ അല്ലെങ്കിൽ അതിനെ ആ നജാസത്തിനെ ലഘുവാക്കാൻ വേണ്ടി സുമത്തു അസിബഹു പിന്നെ ആ ഭാഗം അവൾ കെട്ടലും ബി ഹിർക്കത്തിൻ ഒരു ശീല കഷ്ണം കൊണ്ട് ഇല്ലം യക്ഫിഹ ആ നജാസത്തിന് പോരാ എങ്കിൽ അൽ ഹഷ്ബു പഞ്ഞി നടക്കൽ സുമത്തവല്ലു പിന്നെ അവൾ ഉളു ചെയ്യണം ഫാക്കിബദാലിക്ക അതിൻ്റെ ഉടനെ തുസല്ലി അവൾ നിസ്കരിക്കണം അവൾ ചെയ്യണം കുല്ലദാലിക്ക ഇതെല്ലാം ഇന്ത കുല്ലി ഫർദിൻ എല്ലാ ഓരോ ഫർദിൻ്റെയും സമയത്ത് ഒതക്കൂനിൽ ഇസ്തിഹാദത്ത് ഉണ്ടാകും ബിഹാദി സുവരി താഴെ പറയുന്ന രീതിയിൽ രൂപങ്ങളിൽ ബിഹാദി സുവർ ഈ രൂപങ്ങളിൽ ഒന്ന് ഹുറൂജുദ്ദമ് രക്തം പുറപ്പെടുക കബലത്തി സിനീന 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ബിസിത്തസറയോമിൻ 16 ദിവസം കൊണ്ട് മുമ്പ്. 2 ഹുറൂജുഹു രക്തം പുറപ്പെടുക ബഅദത്തിസ്ഇ 9 വയസ്സ് പൂർത്തിയായതിന് ശേഷം നക്സി ആ രക്തം ചുരുങ്ങലോടുകൂടെ നക്കലിൽ ഹൈദി ഏറ്റവും ചുരുങ്ങിയ ഹൈദിനെ തൊട്ട് അതായത് 24 മണിക്കൂറിനെ തൊട്ട്. 3 സിയാദത്തുഹു ആ രക്തം അധികരിക്കുക അല അക്സരിൽ ഹൈദി ഏറ്റവും കൂടിയ ഹൈദിനേക്കാൾ അതായത് 15 ദിവസത്തിനേക്കാൾ. 4 ഹുറൂജുഹു ഈ രക്തം പുറപ്പെടുക കബല തമാമി അക്കല്ലി തുഹരി ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി പൂർത്തിയാകുന്നതിന് മുമ്പ്. 5 ഹുറൂജുഹു ഈ രക്തം പുറപ്പെടുക മയത്തിൽക്കി പ്രസവ വേദനയോടുകൂടെ. എന്നാൽ വലം എത്തസിൽ ഈ രക്തം ചേർന്നിട്ടില്ല ബി ഹൈദിൻ കബുലഹു അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഹൈദിനോട്. 6 സിയാദത്തുഹു ഈ രക്തം അധികരിക്കുക അൻ അക്സരിൽ ഹൈദിനെ തൊട്ട് അക്സരി നിഫാസിനെ തൊട്ട് അധികരിക്കുക അതായത് 60 ദിവസത്തിനേക്കാൾ അധികരിക്കുക.